ഈ സ്വരാജ് വരെ. ഇതിലെവിടെയെങ്കിലും ഹിന്ദു എന്ന വാക്കോ മുസ്ലിം എന്ന വാക്കോ ദാവൂദ് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നേ ഇല്ല. ദാവൂദ് അങ്ങനെ ഒരു പ്രയോഗമേ നടത്തിയിട്ടില്ല. ഇതാണ് സ്ഥിരം പരിപാടി. കണ്ണന്റെ കാര്യത്തിൽ മുതൽ സ്വരാജിന്റെ കാര്യത്തിൽ വരെ ഇത് തന്നെയാണ് സ്ഥിതി. വിശദീകരണ വീഡിയോയിലെ മറ്റൊരു കാര്യം, ഒടുവിൽ ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റായി സമർത്ഥിക്കാൻ വേണ്ടി മീഡിയ വൺ അല്ലെങ്കിൽ ദാവൂദ് വാദിക്കുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകൾ ഇവിടെയുണ്ട്, ക്രിസ്തു മതത്തിൽപ്പെട്ടവർ മാത്രമുള്ള ചാനലുകളുണ്ട്. പക്ഷെ അവരെ ആരെയും മീഡിയ വണ്ണിനെ പോലെ കൈകാര്യം ചെയ്യുന്നില്ല. ഉടമസ്ഥരുടെ മതം വെച്ചാണോ ഒരു ചാനലിനെ കൈകാര്യം ചെയ്യേണ്ടത്? അതായത് മുസ്ലിം മാനേജ്മെന്റാണ് മീഡിയ വൺ, അതുകൊണ്ടാണ് മീഡിയ വണ്ണിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്കൊടുവിൽ ഇതാണ് എത്തിപ്പെട്ട അവസ്ഥ. വീഡിയോയിലൂടെ സി ദാവൂദ് വിശദീകരിച്ചിട്ട് കൺക്ലൂഷൻ ആയി പറയുന്നില്ലെങ്കിലും മൊത്തം സത്ത അതാണ്. അതിലെ കാതലായ കാര്യം മുസ്ലിം ഉടമസ്ഥരുടെ മീഡിയ ആയതുകൊണ്ട് മീഡിയ വണ്ണിനെ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ് ഈ മുന്നോട്ട് വെച്ച ആശയം. അവരുടെ വാദങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ഉടമസ്ഥരുടെ മതം വെച്ചല്ല അളക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ തന്നെ ഇന്ത്യ വിഷൻ മുസ്ലിം ഉടമസ്ഥതയിലുള്ളതായിരുന്നു. മാനേജ്മെന്റ് അങ്ങനെയായിരുന്നു. ഇപ്പോഴും നിലവിലുള്ള കേരളത്തിലെ മറ്റ് ഒന്നിലധികം മുസ്ലിം ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾക്കൊന്നും മതവുമായി ചേർത്ത് വെച്ച് ഇതുപോലെ പറയേണ്ടി വരുന്നില്ല. ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ആഖ്യാനം ചമച്ച് വിതരണം ചെയ്യുന്ന ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുക എന്ന പണിയും എടുക്കുന്ന ഒരു പരിപാടി മീഡിയ വൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജനം TV കഴിഞ്ഞാൽ മീഡിയ വൺ മാത്രം ഈ തരത്തിലൊരു കാറ്റഗറിയിലേക്ക് വരുന്നത്. എന്നാൽ ജനം TVയെ കൃത്യമായ അവസരങ്ങളിലെല്ലാം ജനം പ്രതിരോധിച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തരം നറേറ്റീവുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജനത്തിന്റെ വഴിയെ മീഡിയ വണ്ണും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത്. ജനം ഒരു പ്രത്യേകതരം പ്രൊപ്പഗണ്ട വെക്കുന്നു, അതിന്റെ മറ്റൊരു ആംഗിളിലുള്ള പ്രൊപ്പഗണ്ട മീഡിയ വണ്ണും മുന്നോട്ട് വെക്കുന്നു. അല്ലാതെ മറ്റ് ചാനലുകൾ ഏത് മാനേജ്മെന്റ് ആയാലും അവർക്കൊന്നും ഈ പഴി കേൾക്കേണ്ടി വന്നിട്ടില്ലാത്തതിന്റെ കാരണവും അത് തന്നെ. അടുത്തത് ഇതര ഉടമസ്ഥരുടെ ചാനലുകളാണല്ലോ. അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. എനിക്കൊന്ന് ഉദ്ദേശിച്ചത് മാതൃഭൂമിയും മനോരമയും ആയിരിക്കാം. നമുക്കത് ഊഹിക്കാം. ഇനി അങ്ങനെയെങ്കിൽ വേണ്ട, അങ്ങനെയല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അവിടെ ഒന്നും ഒരു പ്രത്യേക കാര്യം നടക്കുന്നില്ല. എന്താ? ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മതത്തിൽപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് അവരെ, അത് ഏറ്റവും വിശ്വാസ്യതയുള്ള ആളുകളെ, അവരെ ആ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായി കടുത്ത നിലപാടെടുക്കുന്ന ആളുകളെ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് അതേ ഹിന്ദുത്വ വർഗീയതയുമായി ചേർത്ത് പിടിച്ച് ചാപ്പയടിക്കുന്ന പരിപാടി. എന്നിട്ട് ഹിന്ദുത്വ ഇടതുപക്ഷം എന്നൊരു പേരും എടുത്ത് നറേറ്റീവ് സൃഷ്ടിക്കുന്ന പരിപാടി. അതൊരു പദ്ധതിയായി അവിടെയൊന്നുമില്ല. അവിടെ ഏതെങ്കിലും മതത്തിലെ മീഡിയ വൺ ആളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഏതെങ്കിലും ഇതര മതത്തിൽപ്പെട്ട ആളുകളെ രാവും പകലും അവിടെ ഇരുന്ന് അങ്ങനെ ചാപ്പിടിച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെയുണ്ട്. അതാണ് വ്യത്യാസം. ആദ്യം രഹസ്യവും പിന്നീട് പരസ്യവുമായ RSS ജമായത്തെ ഇസ്ലാമി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മീഡിയ വണ്ണിനും കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും എന്താണ് സംഭവിച്ചത്? അവരുടെ മുഖ്യ ശത്രു എന്ന സ്ഥാനത്ത് നിന്ന് മുഖ്യ ശത്രു എന്ന് അതുവരെ കരുതിയിരുന്ന ആളുകൾ പെട്ടെന്ന് എങ്ങനെയാണ് മാറിപ്പോയത്? CPMലെ കടുത്ത സംഘപരിവാർ വിരുദ്ധരായ ഹിന്ദു പേരുകാരായ നേതാക്കളെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുത്വ വർഗീയ ചാപ്പയടിക്കാനുള്ള ആഖ്യാനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യ ശത്രു അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഇവരാണ്. അതിനുവേണ്ടിയുള്ള ക്യാപ്സൂളുകളാണ് തിരിച്ചറിയപ്പെട്ട് ഇങ്ങനെ ഐഡന്റിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. പിണറായി വിജയൻ, KK ശൈലജ, P ജയരാജൻ, ഒടുവിൽ M സ്വരാജ്. ഇത് മാത്രമല്ല, ഇനിയും പേരുണ്ട്. എല്ലാ പേരും ഞാനിപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. P ജയരാജനെല്ലാം അക്കൂട്ടത്തിൽ പെടുത്തി ഹിന്ദുത്വ വർഗീയവാദിയാക്കി ചാപ്പ കുത്തണൽ അതിന് ബുദ്ധിയായിരിക്കണം. എത്ര മണിക്കൂറുകൾ ഈ നരേറ്റീവിനായി അവർ ചെലവിടുന്നു. മറ്റൊരു ചാനലിലും ഈ പ്രതിഭാസമില്ല. മുസ്ലിം മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന വേറെ എത്രയോ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. ജമായത്തെ ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമം മാത്രമാണ് ഇപ്പോൾ ആരോപണത്തിന് വിധേയമായിട്ടുള്ളത്. അല്ലാതെ മുസ്ലിം മാനേജ്മെന്റുള്ള എല്ലാ മാധ്യമങ്ങളും അങ്ങനെ വിധേയമായിട്ടില്ല. അതുകൊണ്ട് ഈ കഥയ്ക്ക് നിലനിൽപ്പില്ല. ആ ആരോപണത്തിന്, അതായത് അവർക്കെതിരായി നിലനിൽക്കുന്ന ആരോപണത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. അവർ വിശദീകരണ വീഡിയോയിലും വിശദീകരിക്കാതെ പോകുന്നതും അതിന് മനഃപൂർവ്വമായി ഉദ്ദേശിച്ച ഫേക്ക് നറേറ്റീവിന് വ്യാജമായി പറയുന്ന കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഉദ്ദേശത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഒരു പോലീസുകാരൻ്റെ പേര് മാറ്റി 10 കിലോമീറ്റർ അപ്പുറമുള്ള പതിവ് നറേറ്റീവിൽ കൊണ്ട് കെട്ടാവുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട പേര് ഉള്ളയാളെ മാറ്റി പ്രതിഷ്ഠിച്ച് അവതരിപ്പിക്കുന്നതിൽ പന്തികേട് തോന്നും. എന്നിട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട എല്ലാ പ്രശ്നത്തിൻ്റെ മേലെ പുതിയൊരു ആഖ്യാനം ചമച്ചു. മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. മീഡിയ വണ്ണിനും ജമായത്തെ ഇസ്ലാമിക്കും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആകെ അവകാശമുണ്ടോ? എനിക്കറിയില്ല. ഇനി അങ്ങനെ അവകാശപ്പെട്ടാലും ഉന്നയിക്കപ്പെട്ട പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അവർ അവകാശപ്പെടുക എന്ന്